രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടരുത് എന്നുള്ള ഒരു സിനിമാ ഡയലോഗ്, വളരെ വിപ്ലവകരമായിട്ടൊരു സിനിമാ ഡയലോഗ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പല ആളുകളും പറയുന്നതുമാണ്. ഇപ്പൊ രാജസ്ഥാനിൽ നിന്നൊരു വരുന്നൊരു വാർത്തയുണ്ട്. വിവാഹപ്രായമാകാത്തവർക്കും ലിവിംഗ് റിലേഷനിൽ പോകുന്നുണ്ട്, തെറ്റൊന്നുമില്ല എന്നാണ് രാജസ്ഥാൻ കോടതിയുടെ വിധി. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിധിയുടെ ഒരു ഒരു പഞ്ച് എന്ന് പറയുന്നത്? അതായത് വിവാഹപ്രായമാവാത്തവർ എന്തിന് റിലേഷൻഷിപ്പിൽ പോകണം, അല്ലെങ്കിൽ ലിവിംഗ് ഒന്നിച്ച് ജീവിക്കുന്നത്, അതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്. വിവാഹപ്രായമാകാത്ത കുട്ടികൾക്ക് ലിവിംഗ് റിലേഷനിൽ പോകാമെന്ന് കോടതി അനുശാസിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ഇന്ത്യയിൽ തന്നെ, ഇതിപ്പോ രാജസ്ഥാനിലാണെങ്കിലും കേരളത്തിലും ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ളവർക്ക് വഴി തെറ്റി പോകാനുള്ള സാധ്യതകൾ ഒരുപാടാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു വാർത്തയുടെ ഒരു യഥാർത്ഥ വശം എന്ന് പറയുന്നത് 18 വയസ്സുള്ള പെൺകുട്ടിയും 19 വയസ്സുള്ള യുവാവും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്ക് വിവാഹപ്രായം ആയിട്ടില്ലേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 18 വയസ്സുള്ള പെൺകുട്ടിക്ക് വിവാഹപ്രായമായി, പക്ഷെ 19 വയസ്സുള്ള ആൺകുട്ടിക്ക് വിവാഹപ്രായമായിട്ടില്ല. നമ്മളെല്ലാവരും ചിന്തിക്കും വിവാഹപ്രായം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ്. അതായത് രണ്ടുപേർക്കും 18 വയസ്സ്. അതിനപ്പുറത്തേക്ക് ആൺകുട്ടികൾക്ക് 21 വയസ്സായതിനു ശേഷം മാത്രമാണ് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നത് പലരും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു രീതി. 18 വയസ്സും 19 വയസ്സും, ഇപ്പൊ ഈ ഒരു വാർത്തയിലാണെങ്കിലും 19 വയസ്സുള്ള ആൺകുട്ടി എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായിട്ട് പക്ഷെ വിവാഹപ്രായമായിട്ടില്ല. ഇവർ ഒരുമിച്ച് കല്യാണത്തിലേക്ക് എത്തുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു വിധി കോടതി നേരത്തെ മുതലേ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്തയാണ്. 17 വയസ്സുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. 17 വയസ്സുള്ള പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഇങ്ങനെ റിലേഷൻഷിപ്പിലാവുകയും ആ ഒരു പ്രണയിക്കുന്ന പുരുഷന്റെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്യുമ്പോൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാരന്റ്സ് ശ്രമിക്കുന്നത് കാണാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണെങ്കിലും ഈ പെൺകുട്ടികൾക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാതെ ഈ പറയുന്ന പുരുഷന്റെ കുടുംബത്തിൽ താമസിക്കാനുള്ള അവകാശം ശരിക്കും കോടതി അനുശാസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ വിവാഹം ഒഫീഷ്യലി കല്യാണം കഴിക്കാനോ പാടില്ലെങ്കിലും ഒരുമിച്ച് താമസിക്കാം. അതേ നിയമത്തിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പൊ നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തയിൽ നമുക്ക് കാണുന്നത്. 18 വയസ്സുള്ള പെൺകുട്ടി നോർമൽ നിയമപരമായി പ്രായപൂർത്തിയാണ്, താല്പര്യമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ആൺകുട്ടിക്ക് 19 വയസ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 21 വയസ്സാകുമ്പോഴേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അതിനു മുൻപ് കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പയ്യനെതിരെയും അല്ലെങ്കിൽ അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കെതിരെയും കേസ് വരും. കല്യാണത്തിലേക്ക് പോകണ്ട, പക്ഷെ അവർക്ക് ഒരുമിച്ച് താമസിക്കാം. നമ്മുടെ ഈ ഒരു വിധി ഇത് ഭരണഘടനാപരമായിട്ട് നമ്മുടെ ഭരണഘടന നൽകുന്ന ചില അവകാശങ്ങളിൽ ഒന്നാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ പൗരനാണ്. അപ്പൊ ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു ആണിനും ഒരു പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാനുള്ള, അതായത് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നൽകുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മാരേജ് ആക്ടിലേക്ക് വരുമ്പോഴാണ് 21 വയസ്സും 18 വയസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ മാരേജ് ചെയ്യാനുള്ള കാര്യങ്ങളും. ഇത് ഈ മാരേജ് ആക്ട് കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ശൈശവ വിവാഹങ്ങൾ പഴയ കാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 വയസ്സിലും 16 വയസ്സിലും 10ഉം 18ഉം വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവര് പഠിക്കുന്ന സമയത്ത്, ഒരു കരിയർ ഉണ്ടാക്കേണ്ട സമയത്ത്, മുന്നോട്ട് പോകേണ്ട സമയത്ത് ഇവരെ ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ 15-16 വയസ്സിൽ ഇവർ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന മെന്റൽ ട്രോമയുണ്ട്. അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതം മൊത്തത്തിൽ മാറുകയാണ്. പഠിക്കേണ്ട സമയത്ത്, സ്വന്തമായിട്ടൊരു കരിയർ ഉണ്ടാക്കേണ്ട സമയത്ത്, സ്വന്തമായിട്ട് ജീവിക്കേണ്ട ഒരു സമയത്ത് മറ്റൊരാളോടൊപ്പം വിവാഹം കഴിച്ച് ഒരു വീട്ടിലെ അടുക്കള പണിയും മറ്റു കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ഭരണഘടനാപരമായിട്ട് ഇത്തരത്തിലുള്ള ഭേദഗതികൾ പലപ്പോഴും വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് 18 വയസ്സും ആൺകുട്ടിക്ക് 18 വയസ്സും ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാൻ ഉള്ള പ്രായപരിധി ഉണ്ടായിരുന്നു. അല്ല, ഈ ഒരു വാർത്ത എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് 2020 ഒരു 4 വർഷം മുൻപ്, 4-5 വർഷങ്ങൾക്ക് മുൻപ് 2020 ഒരു വാർത്ത വളരെയധികം പ്രചാരത്തിൽ വരുന്നു നമ്മൾ കണ്ടിരുന്നു. പെൺകുട്ടികളുടെ കല്യാണ പ്രായം 21 വയസ്സാകാൻ പോകുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് 20 വയസ്സാണ്. ഈ ഒരു സമയത്ത് എന്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് പെൺകുട്ടികളുടെ നിക്കാഹ് നടത്തി വെക്കുന്നത് നമ്മൾ കണ്ടു. കല്യാണത്തിലെ അവര് ആളുകളെ വിളിച്ചുകൂട്ടി കല്യാണം നടത്തുന്നതിനേക്കാൾ ഉപരി എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടണം. അതായത് 20-19 വയസ്സുള്ള പെൺകുട്ടികളാണ്. 21 വയസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും വർഷം നീണ്ടുപോകുകയല്ലേ. ഒരു വർഷം പോലും കാത്തിരിക്കാൻ പാരന്റ്സിന്, ഈ പറയുന്ന മാതാപിതാക്കൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ എത്രയും പെട്ടെന്ന് മറ്റൊരാളുടെ കൈപിടിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതോടുകൂടി ആ ഒരു കടം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം 2020 ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് ആ ഒരു നിയമം വന്നില്ല, അല്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വന്നില്ല. പക്ഷേ
പിന്നീട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു സമയത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടികളിൽ പലരും പിന്നീട് ഡിവോഴ്സ് ആയി വീട്ടിൽ വന്ന് നിൽക്കുന്നത്. 21 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാൻ, പെൺകുട്ടികളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വീട്ടുകാർക്ക് താല്പര്യമില്ല, അവർക്ക് അതിന് ഭയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നോക്കി കഴിഞ്ഞാൽ ജെൻസി തലമുറയുടെ റിലേഷൻഷിപ്പുകളൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് പേരുണ്ട് റിലേഷൻഷിപ്പിനൊക്കെ ഓരോരോ പേരുകൾ ഇട്ടാണ് ഇന്ന് പലതും അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് പോലും അറിയാത്ത ഒരുപാട് പേരുള്ള റിലേഷൻഷിപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന റിലേഷൻഷിപ്പിന് വ്യത്യസ്ത ഡയമെൻഷൻസ് നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള തലമുറയാണ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ മാരേജ് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം തന്നെ ബാക്കിയാണ്. അതായത് കമ്മിറ്റ്മെന്റ്സിലേക്ക് പോകാൻ താല്പര്യം, ഉത്തരവാദിത്തങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ താല്പര്യമില്ല, പക്ഷേ ഒരുമിച്ച് ജീവിക്കണം. ഒരു സമയം കഴിയുമ്പോൾ മടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി, ആ ഒരു പാർട്ട്ണറെ ഒഴിവാക്കി അടുത്തൊരു പാർട്ട്ണറുടെ കൂടെ. പുതിയതായിട്ട് വരുന്ന പല പഠനങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ മതി, ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ലൈംഗിക ദാരിദ്ര്യത്തിന്റെ അത്രയും പീക്കിലേക്ക് ആൺകുട്ടികൾ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പല പഠനങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മാറി വരുന്ന കാലഘട്ടത്തിന്റെ ഗ്യാപ്പാണ്. നമ്മൾ ഇതിനു മുമ്പോട്ട് പണ്ട് കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം ഏജ് ഡിഫറൻസ് ആണ് കിട്ടുന്ന ആളും ഭാര്യയും ഭർത്താവും തമ്മിൽ. പക്ഷെ ആ 10 കൊല്ലത്തിന്റെ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ ഈ 2025-26 നമ്മൾ എടുത്ത് നോക്കിക്കഴിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കല്യാണം കഴിക്കുന്ന ഒരേ ഏജിലുള്ള ആളുകളാണ്. അപ്പൊ ഈ 10 കൊല്ലം മുമ്പിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയായി. ഇന്ന് അവർ ആരെങ്കിലും കിട്ടിയാൽ മതി, 2ാം മാരേജ് ആണെങ്കിലും മതി എന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ വിവാഹം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു 10 വർഷം കാത്തിരുന്ന പുരുഷന്മാരുടെ കാര്യം പറഞ്ഞല്ലോ, അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നത് ഈ ഒരു നിയമം വരുന്നതോടുകൂടി. ഈ ഒരു 18-19 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ആ ഒരു ഏജിലുള്ള പുരുഷന്മാരെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ 20-25 വയസ്സുള്ള പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടികൾ 1-2 കുട്ടികളുടെ അമ്മയായി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് പെട്ടുപോകുന്നത് 28, 29, 30 വയസ്സിലുള്ള പ്രായമുള്ള പുരുഷന്മാർ. അവർക്കാണ് ഇനി പാർട്ട്ണർ ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. ഇനി വരുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇനി പ്രായം ഒന്നുകൂടെ കുറക്കാൻ 21ലേക്ക് പോകുന്നു എന്നതിനേക്കാൾ ഉപരി ഇനി 18-ലും താഴേക്ക് വിവാഹപ്രായം മാറുമോ എന്നുള്ളൊരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും 18-ൽ നിന്ന് താഴേക്ക് പോകത്തില്ല. അപ്പം 18-ൽ നിന്നും മുകളിലേക്ക് ഉയർത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് രാഷ്ട്രീയപരമായിട്ടൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നതുകൊണ്ടും 18 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാകുന്നുണ്ട്, വോട്ടവകാശം ലഭിക്കുന്നുണ്ട്. വോട്ടവകാശമുള്ള ഒരു പൗരന് ആ പൗരന് എല്ലാവിധ അവകാശങ്ങളും, അതായത് ഭരണഘടന നൽകുന്ന എല്ലാവിധ അവകാശങ്ങളും നേടി മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ ആ അധികാരങ്ങൾ സ്വന്തമായി കൈക്കലാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ കേസിൽ തന്നെ പോലീസ് സംരക്ഷണം കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ആ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഗുണ്ടകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്, കൊല്ലുമെന്നുള്ള ഭീഷണികളുണ്ട്. ആ ഭീഷണികളെ മറികടക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഇവർക്ക് 2 പേർക്കും സംരക്ഷണം നൽകണമെന്ന് പറയുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ ജീവിതം തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതിന് ഇപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒന്നിച്ച് താമസിക്കണമെങ്കിൽ പോലും അതായത് പ്രായപൂർത്തി ആയിരിക്കണം, പക്ഷെ വിവാഹപ്രായം കഴിയേണ്ടതില്ല എന്നാണ് രാജസ്ഥാനിൽ നിന്ന് വരുന്ന വിധി വരുന്നത്.